നമ്മുടെ സഫാരി TV ഒന്നാം തരം ഒരു ടീച്ചിങ് സ്റ്റൂൾ അല്ലേ ജോഗ്രഫി പഠിപ്പിക്കാനായിട്ട്. ഇത് 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ എന്ത് പരീക്ഷ എടുത്താൽ ടീച്ചേഴ്സിനാണ് ഒന്നാമത്തെ കൂടം, പ്രത്യേകിച്ച് പ്രൈമറിയിലും കിൻഡർഗാർട്ടൻ ചിരിക്കാൻ കഴിയണം. ചിരിച്ചതിൻ്റെ അർത്ഥം എനിക്ക് നിന്നെ കീഴടക്കാൻ പറ്റുമെന്നാണ്. അധ്യാപനം എന്ന് പറയുന്നത് ഒരു വശത്തൊരു കലയും ഒരു വശത്തൊരു ശാസ്ത്രമാണ്. സ്കൂളുകളിലെയും കോളേജുകളിലെയും അന്തരീക്ഷം ഉണ്ടാകുന്നതിന് അടിസ്ഥാനപരമായി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, അധ്യാപകർക്ക് ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡണൽ സെറ്റിങ്ങും ആറ്റിറ്റ്യൂഡണൽ ട്യൂണിങ്ങും വേണം. ഇത് പലപ്പോഴും ഞാൻ കാണുന്നത് BEd കോളേജുകളിൽ തന്നെ, അതായത് ഒരു സാർ മുമ്പേ പറഞ്ഞതുപോലെ വളരെ കൗതുകമുള്ള ഒരു അധ്യാപകനാകാൻ ആഗ്രഹിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥി BEd കോളേജുകളിൽ വരുന്നു. 2 വർഷത്തെ BEd ട്രെയിനിങ്ങിന് ശേഷം പുറത്തെത്തുമ്പം ഇവരുടെ കൗതുകവും അധ്യാപകനാണെന്ന ആഗ്രഹമൊക്കെ പോയിട്ട് ഒരു തൊഴിലിലേക്ക് ഏർപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ആ 2 വർഷം എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ 2 വർഷം എന്താണ് ശരിക്കും സംഭവിക്കേണ്ടത്? അല്ല, അത് ഈ അധ്യാപനം എന്ന് പറയുന്നത് ഒരു വശത്തൊരു കലയും ഒരു വശത്തൊരു ശാസ്ത്രമാണല്ലോ. അതിനകത്തൊരു ഈസ്തറ്റിക്സ് ഉണ്ട്. അപ്പം ഒന്നാമതായിട്ട് ഈ അധ്യാപനത്തിൽ രസിക്കാൻ പറ്റണമല്ലോ, ആഹ്ലാദിക്കാൻ പറ്റണം. ഞാൻ എപ്പോഴും ഈ സ്കൂളുകളിൽ പോകുമ്പോൾ ആദ്യം പറയും, ടീച്ചേഴ്സിനാണ് ഒന്നാമത്തെ കൂടം, പ്രത്യേകിച്ച് പ്രൈമറിയിലും കിൻഡർഗാർട്ടൻ ചിരിക്കാൻ കഴിയണം. ഈ ആരാ ചിരിക്കുന്നത്? കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചിരിക്കാൻ പറ്റുള്ളൂ. ടെൻഷനുള്ളതുകൊണ്ട് ചിരിക്കാൻ പറ്റില്ല. ഇത്രയും കുട്ടികളുടെ മുമ്പേ ഒന്ന് നമ്മൾ ചിരിച്ചു, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പോകുന്നു, അവിടെ വെച്ച് നമ്മളൊന്ന് ചിരിച്ചതിൻ്റെ അർത്ഥം എനിക്ക് നിന്നെ കീഴടക്കാൻ പറ്റുമെന്നാണ്. അപ്പം അത് കോൺഫിഡൻസിൻ്റെ ഒരു ലെവലാണ്. ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഈ BEdനൊക്കെ നമ്മൾ ഈ ഹൈസ്കൂളിലെ പോർഷൻ റീലേണിങ് നടക്കുന്നുണ്ട്. ആ റീലേണിങ് നടക്കുന്ന സമയത്ത് ഈ റീഡിസ്കവറി നടക്കണം. ഈ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചത് അല്ല ഈ റീലേൺ ചെയ്യേണ്ടത്, അല്ല അതിനെ പുതിയൊരു ദർശനത്തിൽ കൂടെ കാണണം. എടാ ഇത് ഇന്ന പോലെ പറഞ്ഞാൽ കുട്ടിക്ക് കൂടുതൽ മനസ്സിലാകുമല്ലോ എന്ന് ഇയാൾ തന്നെ കണ്ടുപിടിച്ചെടുക്കണം. അങ്ങനെ കണ്ടുപിടിച്ചെടുത്ത ഒരു സർഗാത്മകതയുള്ള ഈസ്തറ്റിക്സ് ഉള്ള ക്രിയേറ്റീവ് മൈൻഡുള്ള ഒരു അധ്യാപനയാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അല്ലാതെ ഒരു ടെക്നിക്കായി മോണോട്ടണസ് ട്രെയിനിങ് പ്രോഗ്രാം അല്ല. TTCയിലും ഇങ്ങനെ തന്നെ മാറണം. ഈ 2 ലെവലിൽ അത്യാവശ്യമായിട്ട് മാറണമുണ്ട്. പിന്നെ നല്ല ടീച്ചേഴ്സൊക്കെ എടുക്കുന്ന ക്ലാസ്സുകൾ കാണണം. പണ്ട് ഈ ഒരു TTCയും പഠിക്കാത്ത വലിയ വലിയ മഹാന്മാരായ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അറിയാതെ തല കുനിച്ചു പോകും ചില ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ. ഇപ്പം ഡോക്ടർ M. ലീലാവതിയുടെ മുമ്പിൽ പോയി നമ്മൾ അറിയാതെ തലയൊന്ന് കുനിഞ്ഞു പോകും. കാരണം BEd പഠിച്ചാണോ? ഈ BEd ഒന്നും പഠിച്ചിട്ടില്ല. അപ്പം കാരണം ഗ്രേറ്റ് ടീച്ചേഴ്സ് നമ്മൾ പറയുന്ന ഒരു ഗ്രൂപ്പുണ്ടല്ലോ. ഇപ്പം പിന്നെ ടീച്ചേഴ്സ് ഗുഡ് ടീച്ചേഴ്സ് വെൽ, എ ഗ്രേറ്റ് ടീച്ചർ ഇൻസ്പയേഴ്സ് ഉണ്ട്. ഈ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന സംഗതി കൊടുക്കാൻ അപൂർവം ടീച്ചേഴ്സിനെ പറ്റുള്ളൂ. ഇപ്പം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന കാലത്ത് അവിടെ പിന്നെ ഹൃദയകുമാരി, G. കുമാരപിള്ള, ഇവരൊക്കെ അവിടുത്തെ അധ്യാപകരാണ്. തൊട്ടടുത്ത കോളേജ് സയൻസ് കോളേജിലെ M. കൃഷ്ണൻ നായർ, G. കുമാരപിള്ള, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അയ്യപ്പ പണിക്കർ, എല്ലാം ഒന്നിനൊന്ന് ഈ മത്സരിക്കുന്ന പ്രതിഭാശാലികളാണ്. ഒരു കോളേജിലെ സാറന്മാരാണെന്ന് ഓർത്തോളം ഇവരെല്ലാം. അപ്പോൾ പിന്നെ അയ്യപ്പ പണിക്കരുടെ കൂട്ടൊക്കെ ഉള്ളൊരു അസാധാരണമായ പ്രതിഭാശാലിയും പിന്നെ പണ്ഡിതനുമായിട്ടുള്ള ആളെ കേരളത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള അധ്യാപകരുടെ അടുത്ത് ഞാൻ പിന്നെ അയ്യപ്പ പണിക്കരുടെ സ്റ്റുഡൻ്റാണെന്ന് ഈ പല കോളേജ് ടീച്ചേഴ്സ് നമ്മളോട് പറയുന്നത് എന്തൊരു അഭിമാനത്തിലാണെന്നറിയോ. ഇപ്പം മെഡിസിന് നമുക്ക് വളരെ അടുപ്പമുള്ളൊരു ഡോക്ടർ സുകുമാരനുണ്ട്. പുള്ളി എപ്പോഴും അഭിമാനത്തോട് പറയും, ഞാൻ G. K. വാര്യർ സാറിൻ്റെ സ്റ്റുഡൻ്റാണ്. MDക്ക് G. K. വാര്യർ സാർ പഠിപ്പിച്ചതുകൊണ്ട് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ടീച്ചേഴ്സ് നമ്മൾ പറയും, ഇൻസ്പയർ ചെയ്ത ടീച്ചേഴ്സ്. ഈ ഇൻസ്പയർ ചെയ്യുന്ന ടീച്ചറാകാനുള്ള പ്രാഥമിക പരിശീലനമാണ് TTCയിലും BEdലും കൊടുക്കേണ്ടത്. അവിടെ പഠിപ്പിക്കുന്നവരുണ്ടല്ലോ ടീച്ചേഴ്സ്, അവിടെ എംപ്ലോയബിലിറ്റിയാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈസ്തറ്റിക്സ് ആവശ്യമുള്ളത്. അതില്ലാതെ വരുമ്പോഴത്തേക്ക് വരുന്നൊരു വലിയ പ്രശ്നമായത്. ഇതൊരു ഗ്രേവ് പ്രോബ്ലമാണ്. ഈ പിന്നെ ഗുഡ് ടീച്ചേഴ്സ്, ഇൻസ്പയറിങ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ വളരെ കുറവാണ്. ഇവിടെ മാത്രമല്ല. അപ്പോൾ ഇതൊരു വലിയൊരു ചലഞ്ചാണ് നമുക്ക്. പക്ഷേ ഈ ചലഞ്ച് ഇപ്പോൾ അമേരിക്കയിലോ അല്ലെ പിന്നെ കാനഡയിലുള്ളതിലും വലുതാണ് ഇന്ത്യയിൽ. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ ലക്ഷക്കണക്കിന് കുട്ടികളും ആയിരക്കണക്കിന്
അതിൻ്റെ ഒരു സ്ട്രഗിളിനിടയ്ക്ക് അധ്യാപകർക്ക് എവിടെയാണ് ഈ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൗതുകം കുട്ടികളുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇടപഴകാനോ ഒക്കെയുള്ളൊരു അവസരം ഉണ്ടാകുന്നത്? അപ്പോൾ ഇവിടെ ഈ ബോർഡുകളുടെ അല്ലെങ്കിൽ CBSE, ICSE, IB, IGCSE എന്ന് പറയുന്ന പല തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബോർഡുകൾ ഉള്ളൊരു രാജ്യത്ത് ഇതിനെ തമ്മിൽ സാർ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? അതിനകത്ത് ഏതാണ് സാറിൻ്റെ ഒരു അറിവിൽ എന്താണ് അതിൻ്റെ മേന്മ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പോരായ്മ? ഇത് എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോഴാണ് ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയത്. ഒരു 30 വർഷമോ 40 വർഷമോ മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം ശ്രദ്ധിച്ചാൽ അധ്യാപകർക്ക് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. മാത്രമല്ല അവർക്ക് കുറച്ചുകൂടി ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഒരു ഈസ്തറ്റിക്സ് ഉള്ള ഒരു അധ്യാപകന് ഈസ്തറ്റിക്സ് പരമാവധി ഉപയോഗിക്കാനും ക്ലാസ്സിൽ പോയി എൻജോയ് ചെയ്ത് പഠിപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ പല സ്കൂളുകളിലും ടീച്ചേഴ്സ് പറയുന്നത് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ സമയമില്ല, പേപ്പർ വർക്കാണ് കൂടുതൽ, ക്ലറിക്കൽ വർക്ക്, ഇതിൻ്റെ സെറ്റപ്പ് എല്ലാം ചെയ്ത് വെച്ച് അത് വളരെ തെറ്റായൊരു പോക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ന്യൂസൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ടീച്ചേഴ്സിനെ മാക്സിമം ഒഴിവാക്കുകയാണ് വേണ്ടത് അവിടെ. ഇത് ഈ ക്ലറിക്കൽ വർക്ക് മുഴുവൻ ടീച്ചേഴ്സും പ്രിൻസിപ്പലും അല്ല ഡയറക്ടറും ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് അയക്കുക എന്ന് പറയുന്ന ഒരു മെയിൻ വർക്കായിട്ട് വരും. അത് വലിയ അപകടം ഉണ്ടാകും. അതപ്പോൾ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. വൺസ് യു ഫിക്സ് ദി കരിക്കുലം, ഇപ്പം CBSEക്ക് ഉദാഹരണം പറഞ്ഞാൽ അവരെടുത്ത് അവരൊരു കരിക്കുലം ഫിക്സ് ചെയ്ത് നമുക്ക് തന്നാൽ പിന്നെ അവരെന്തിനാണ് ഈ 10ാം ക്ലാസ് വരെ നമ്മളെ പുറകെ ഇങ്ങനെ ഓടി നടക്കുന്ന ആവശ്യമില്ല. അത് എങ്ങനെ ഒരു പരീക്ഷ 8ാം ക്ലാസ്സിൽ നടത്തണം അല്ല 6ാം ക്ലാസ്സിൽ നടത്തണമെന്ന് ആ സ്കൂളിൽ ആ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് തീരുമാനിക്കേണ്ട അവകാശം കൊടുക്കണം. കുറച്ചൊക്കെ നമ്മളെ ടീച്ചേഴ്സ് വിശ്വസിക്കണം. ഇവരെ കുഴപ്പക്കാരാണ്, ഇവർ വർക്ക് ചെയ്യുകയില്ല എന്നും വിചാരിക്കരുത്. കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം പിന്നീട്. പക്ഷേ ഇത് ഈ ക്ലറിക്കൽ വർക്കിന് പ്രാധാന്യം കൊടുക്കുമ്പം ടീച്ചിങ് പ്രാധാന്യം ഇല്ലാതാവും. കാരണം എല്ലാം കൂടെ ഒരു മനുഷ്യൻ ചെയ്യണമല്ലോ, ഒരു ടീച്ചറല്ലേ ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് ഈ എല്ലാ ബോർഡുകാരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഈ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഈ നൂലാമാലകൾ മിനിമൈസ് ചെയ്യുക. ഒരു സ്കൂളിലെ സെക്ഷൻസ് ഇപ്പോൾ LP പിന്നെ ഹൈസ്കൂള് പിന്നെ +1 +2 3 സെക്ഷനെങ്കിലും ഉണ്ടല്ലോ. ആ ഓരോ സെക്ഷനിലും വേണമെങ്കിൽ ആ അവസാനത്തെ സമയത്തൊരു വാല്യുവേഷൻ മാത്രം ഈ ബോർഡ് ഇടപെട്ടുണ്ട്. ഇപ്പോൾ 12th പരീക്ഷ ബോർഡ് നടത്തുന്നു, 10th വേണമെങ്കിൽ ബോർഡ് നടത്തുക. അതുവരെയുള്ള ഈ പരീക്ഷ നടത്തുന്നത് എന്തിനാ വാശി? 10th വരെ ഈ കുട്ടിക്ക് കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്ന ടാലൻസും കഴിവുകളും എല്ലാം കിട്ടിയോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്ന അവിടെ പരിശോധിക്കാമല്ലോ. ഇത് 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ എന്ത് പരീക്ഷ നടത്താൻ? അതാ ടീച്ചർ ക്ലാസ് നടത്തുന്ന പരീക്ഷ മതി വാസ്തവത്തിൽ ഒരു പരീക്ഷ ഒരു പേപ്പർ എഴുതിക്കാവുന്നതല്ലോ. തുടർച്ചയായിട്ട് അസൈൻമെൻറ്റ് കൊടുക്കുകയും അത് ടീച്ചർ നോക്കുകയും അത് മാർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കമ്പ്യൂട്ടറൈസേഷൻ വരുമ്പോൾ വളരെ എളുപ്പമല്ലേ സാർ. ഇവാലുവേഷൻ ഈസിയായിട്ട് നടക്കും. എനിക്ക് എൻ്റെ ഈ 40 കുട്ടികളുണ്ട് ക്ലാസ് ടീച്ചർ. ഞാൻ ഈ 40 കുട്ടികളെ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ അല്ല 5ാം ക്ലാസ്സിലോ ഒന്നും ഗ്രേഡ് ചെയ്യാനായിട്ട് ഈ ഒരു കൊല്ലം കുട്ടിയുടെ കൂടെ ജീവിച്ച് എനിക്ക് സാധിക്കില്ലേ? അത് 14 വർഷത്തിന് ശേഷം 3 മണിക്കൂർ ഒരു പരീക്ഷയിൽ കൂടി മാത്രമേ കുട്ടിയെ തിരിച്ചറിയുന്നുള്ളൂ ഇവന് കഴിവുണ്ടോ ഇല്ലയോ. ഒരു ഫൈനൽ പരീക്ഷ വേണേൽ നടത്തിക്കൂ ആ ഒരു ആചാരത്തിന് വേണ്ടി. അതിന് വേണേൽ ഒരു 10% അല്ലെ 20% വെയിറ്റേജ് വേണേൽ കൊടുത്തു, അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ. 10% തന്നെ കൂടുതലാണ്. 10% കൂടുതലാണ്, ആവശ്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ 10th വരെ ഇത് ആവശ്യമില്ല വാസ്തവത്തിൽ. പിന്നെ 10th വന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അക്കാഡമിക് ആയിട്ട് നമ്മളെ റിട്ടൺ എക്സാമിനേഷൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് അച്ചീവ്മെൻ്റ് അവിടെ വരുന്നില്ലെങ്കിൽ അവന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം കൊടുത്താൽ പോരെ. ഈ LKG തൊട്ട് 10 വരെ ഏതാണ്ട് 12 വർഷം കുട്ടിയുടെ കൂടെ ഇരിക്കുന്ന അധ്യാപകർക്കും കുട്ടിയെ സമഗ്രമായി ഒബ്സർവ് ചെയ്യുന്ന കുട്ടിയുടെ കൂടെ പഠന പ്രവർത്തനത്തിലെല്ലാം പങ്കെടുക്കുന്ന അധ്യാപകർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്ത് കഴിവാണ് ഈ 3 മണിക്കൂർ കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കണ്ടുപിടിക്കും. ഏറ്റവും തമാശയാണെന്നല്ലേ, പണ്ട് ഈ ഒരു കുട്ടിയെ കൊണ്ട് നമ്മൾ ചേർക്കാൻ ചെന്നാൽ ചില കുട്ടികൾ ബ്രില്യൻ്റാണെന്ന് സാർമാർക്ക് തന്നെ അറിയായിരിക്കും. 1ാം ക്ലാസ് ചേർക്കാൻ ചെന്ന കുട്ടിയെ ഞാനൊരു പരീക്ഷയുടെ നോക്കട്ടെ എന്ന് പറയും, അവനെ 3ാം ക്ലാസ്സിലോട്ട് ചേർക്കും. അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പലരും എന്നിട്ട് 11ാം ക്ലാസ്സാണ് പബ്ലിക് 11 ചെല്ലുമ്പോൾ 11 എഴുതാനുള്ള വയസ്സ് കാണില്ല, പിന്നെ എക്സംഷൻ പഠിക്കണം.
അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആ കാലത്ത് ഞാൻ പറഞ്ഞു. അന്നും വിദ്യാഭ്യാസം ഇവിടെ നടന്നിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഈ സാറന്മാർ കുഴപ്പങ്ങളൊന്നും കളിച്ചായിട്ട് അറിവില്ല. സാറന്മാരെ കുഴപ്പം കാണിക്കാൻ വേണ്ടി ആരോ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നിപ്പം. അത് കുഴപ്പം എപ്പോഴാണ് കാണിക്കുന്നത്? റെജിമെൻറ്റേഷൻ വരുമ്പോഴാണ്, നിയമങ്ങൾ വരുമ്പോഴാണ് ഞാൻ നിയമം ധിക്കരിക്കാൻ നോക്കുന്നത്. അല്ല, ബി എഡ് കോഴ്സ് പഠിക്കാത്തവർ ഭംഗിയായിട്ട് പഠിപ്പിച്ചിരുന്നു. ബി എഡ് പഠിപ്പിച്ചവരാണ് ഇപ്പോൾ കൂടുതൽ. അപ്പോൾ അവിടെ നമ്മൾ ഈ ഇതിന് 2 എലമെൻ്റ് ഉണ്ടല്ലോ. ഒരു കണ്ടൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു കവിത പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു സയൻസിലൊരു ലെസൺ പഠിപ്പിക്കുന്നു, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ആസ്പെക്റ്റ് അവിടെയുണ്ട്. ഈ കണ്ടൻറ്റ് ഉപയോഗിച്ച് കളിക്കാനുള്ളൊരു കഴിവ് കുട്ടിക്ക് കൊടുക്കണം. അവിടെയാണെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അത് പിന്നെ നാനാതരത്തിലുള്ള ഓപ്ഷൻസ് ഈ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രദേശത്തുള്ള കുട്ടിക്ക് കിട്ടുന്ന റിസോഴ്സ് ആയിരിക്കില്ല വേറൊരു വശത്ത് കിട്ടുന്നത്. അതെല്ലാം ഉപയോഗിച്ച് കുട്ടിക്ക് അവൻ്റേതായ രീതിയിൽ ഇതിനെ ഇംപ്രവൈസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 2 വിധത്തിലുള്ള ഇതിനും കുട്ടിക്കുള്ള അവസരം നമ്മൾ കൊടുക്കാൻ പറ്റും ഈ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ. അങ്ങനെ പഠിച്ച ഈ അറ്റ്ലീസ്റ്റ് 10 വരെ ഉള്ള ഈ എക്സാമിനേഷൻ ബർഡൻ കുറയ്ക്കാമെങ്കിൽ സാറുമാർക്ക് അത്രയും സ്വാതന്ത്ര്യം കിട്ടും. പക്ഷേ കറക്റ്റ് ഇവാലുവേഷൻ ചെയ്യണമെന്ന് കാരണം ഒരു സാർ ഉഴപ്പായിരിക്കാൻ വേണ്ടി മാസത്തിൽ ഒരു പ്രാവശ്യമോ എന്തെങ്കിലും നമുക്കിതിനൊന്ന് സൂപ്പർവൈസ് ചെയ്യാനൊരു സംവിധാനം ഏർപ്പെടുത്തിയാൽ മതിയല്ലോ. അതിനാണ് പ്രിൻസിപ്പൽസും പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് എന്ന് പറയുന്ന അതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ്സ് കമ്പ്യൂട്ടറിൽ കിടന്നാൽ ഇപ്പോൾ ഒരു ബോർഡിന് ഒരു കുട്ടിയെ പറ്റി ഒരു സംശയം തോന്നുന്നു, വന്ന് നോക്കിയാൽ അവർ 10ാം ക്ലാസ് മുതലുള്ള മുഴുവൻ സാധനം അവിടെ അനലൈസ് ചെയ്തിട്ടിരിക്കുക. അവിടെ എയുടെയും ടെക്നോളജിയുടെയും സാധ്യത എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? അവിടെയാണ് ഉപയോഗിക്കേണ്ടത്. 2 ടീച്ചിങ്ങിൽ നമ്മൾ സംസാരിക്കുന്നതും കൺവെൻഷനലായിട്ട് പാഠപുസ്തകത്തിൽ പറയുന്ന ആക്ടിവിറ്റിക്ക് അപ്പുറം ഒത്തിരി ഇന്നോവേഷൻസ് ഇപ്പോൾ സാധിക്കും ഈ ടെക്നോളജി ഉള്ളതുകൊണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ ടെക്നോളജിയെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്, അതിനുള്ള പ്രോപ്പർ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രിലിമിനറി ടീച്ചേഴ്സിന് കൊടുത്താൽ മതി. ഇല്ല, ടീച്ചർ തന്നെ ഉപയോഗിച്ചു. ഇപ്പോൾ മൊബൈൽ ഫോൺ കൈ കിട്ടുമ്പം ഇതെന്നെ ചെയ്യണം നമുക്കറിയാൻ പറ്റുമല്ലോ. നമ്മളിത് ഉപയോഗിച്ചല്ലേ പഠിക്കുന്നത്, കോഴ്സ് ചെയ്തിട്ടല്ലോ. അല്ല, മാത്രമല്ല ഒരു മൊബൈൽ ഫോൺ എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ ഉപയോഗിക്കുന്ന 100 ഇരട്ടി എൻ്റെ കൊച്ചുമകൾ ഉപയോഗിക്കും. കാരണം അവൾക്ക് എന്നെക്കാളും ടെക്നോളജി അറിയാം. ഇന്നത്തെ കാലത്ത് പലതും ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മതി, ഇത് ഉണ്ടാക്കാൻ അറിയണ്ട. വേണ്ട. അപ്പോൾ അവിടെ മേടിക്കുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. ഞാൻ പഠിക്കുമ്പോൾ ഒരു കവിത കേൾക്കണമെങ്കിൽ സാറ് നന്നായിട്ട് പാടുന്നുണ്ടെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ റേഡിയോയിലൊക്കെ ആണെങ്കിൽ അതെങ്കിലും, അല്ലാതെ നിവൃത്തിയില്ല. ഇപ്പോൾ കംപ്ലീറ്റ് പാഠപുസ്തകത്തിലെ കവിതകളും അതിമനോഹരമായിട്ട് പാടി യൂട്യൂബിൽ കിടപ്പുണ്ട്. നല്ല എക്സ്പെർട്ട് ടീച്ചേഴ്സ് പാടി കിടപ്പാണ്. ഇപ്പോൾ മാമ്പഴം കവിത ഒന്ന് കേട്ട് പഠിക്കണം, സാറിന് പാടില്ലെങ്കിൽ ഇത് ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ ഫിസിക്സിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല, നമ്മൾ പ്രാക്ടിക്കൽ ചെയ്താലും മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ ടെക്നോളജി ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ഉദാഹരണമായിട്ട് 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ഷേപ്പിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നു. ഈ 3 ഡയമെൻഷൻ ഒരിക്കലും ഉണ്ടല്ലോ തലയിലോട്ട് വരികയില്ല. പക്ഷേ 3 ഡയമെൻഷൻ സാധനം സ്ക്രീനെ കാണുമ്പോണ്ടല്ലോ സംഗതി മനസ്സിലാകും നമുക്ക്. MSc പഠിക്കുന്ന കുട്ടികളോടും ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ചില ഒന്ന് X ആക്സിസ്, ഒന്ന് Y ആക്സിസ്, ഒന്ന് Z ആക്സിസിലാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് എന്നാ ഒന്നും മനസ്സിലായില്ല സാറേ, അത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴുണ്ടല്ലോ ആറ്റോമിക്സിൽ പഠിപ്പിക്കുമ്പം ഈ എക്സും വൈ Z ആക്സിസിലെ ഉള്ള ഓർബിറ്റലെ പിന്നെ നമുക്ക് നേരെ കാണാം, 3Dയിൽ കാണാം, ഇത് കാണാം. അപ്പോൾ എഡ്യൂക്കേഷൻ ഇപ്പോൾ മൊബൈൽ നിരോധിച്ചത് കൊണ്ട് ഈ കുട്ടികൾ കൂടുതൽ പഠിക്കും എന്നർത്ഥമില്ല. 2, ചില സാഹചര്യങ്ങളിൽ മൊബൈൽ ഉപയോഗിക്കേണ്ടാത്തതുണ്ട്, ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതിനെ തിരിച്ചറിയുന്നിടത്താണ് അധ്യാപകർക്ക് ട്രെയിനിങ് വേണ്ടത്. സുമ പറഞ്ഞൊരു ഉദാഹരണം പെട്ടെന്ന് ഓർമ്മ എന്ന് വെച്ചാൽ വെടിമരുന്നിനെ പറ്റിയൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴല്ലോ നമ്മുടെ പാഠപുസ്തകമുള്ള കാര്യങ്ങളായി പറയുന്നത്. അതിനപ്പുറം ഈ പിള്ളേർക്കറിയാം, പിള്ളേർ പോയി പാറ പൊട്ടിക്കാനൊക്കെ പോകണവരാ. അതെ, മനസ്സിലായി. കാരണം അവൻ്റെ ഗ്രൗണ്ട് എക്സ്പീരിയൻസ് അല്ലേ. ഇപ്പം മീൻ പിടിപ്പിക്കുന്നതിനെ ഞാൻ പഠിപ്പിക്കുന്നതും ഫിഷർമാൻസ് കോളനി ജീവിക്കുന്ന കുട്ടികളുടെ അറിയുമ്പോൾ തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ ഇതിന് ഇൻ്റഗ്രേഷൻ ഉണ്ടാകണം. എന്നിട്ട് ഈ ഞങ്ങളൊക്കെ പഠിച്ച രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്താണ് പഠിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ക്ലാസ്സിൽ സാറന്മാർ കുറേ പഠിപ്പിക്കും, കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കാൻ പറയും, കവിത ചൊല്ലി പഠിക്കാൻ പറയും. പിന്നെ നമ്മളെ വീട്ടിൽ വെച്ചുള്ള പരീക്ഷണങ്ങൾ, വീട്ടിൽ വെച്ചുള്ള പ്രവർത്തനം, കളിക്കടെ ഉള്ളത്, നാട്ടുകാർ തരുന്ന വിവരങ്ങൾ, ഇതെല്ലാം കൂടെ സമഗ്രമായിട്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് ഇതെല്ലാം കൂടെ നമ്മൾ ഈ കരിക്കുലം ലേണിങ്ങിന് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. പിന്നെ ക്ലാസ്സിൽ സാറ് പിന്നെ ഈ സേഫ്റ്റി മാച്ചസിനെ പറ്റി പഠിപ്പിച്ചു. അന്നേരം പണ്ടത്തെ മാച്ച് സേഫ്റ്റി മാച്ചസ് അല്ലായിരുന്നു. അപ്പോൾ അത് എവിടെ വരഞ്ഞാലും കത്തുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട്
അത് ഭയങ്കര അപകടമായിരുന്നു. ഇപ്പോഴാണ് സേഫ്റ്റി മാച്ചസ് ആയത്. അപ്പോൾ ഇത് ആ തീപ്പെട്ടിയുടെ സൈഡിൽ മാത്രമേ വരച്ചാലേ കത്തുള്ളൂ. അപ്പോൾ ഇത് പഠിപ്പിച്ചപ്പോൾ എനിക്കൊരു സംശയം, ഇതാ ഇങ്ങനെയാണോ എന്ന്. അന്നേരം വേണ്ടിയില്ല സാറിൻ്റെ അടുത്ത്. പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് അമ്മ അറിയാതെ അന്ന് ഒരു തീപ്പെട്ടി വീട്ടിൽ കാണുള്ളൂ. ഒരു കോലങ്ങാനും എടുത്ത് ഉപയോഗിച്ചെന്നാൽ അടി വരും. കാരണം അത്രയും പ്രഷ്യസ് ആയിട്ടാണ് ഈ അമ്മമാർ ഇതിനെ കാണുന്നത്. എങ്കിലും നമ്മളെ അമ്മ അറിയാതെ ഇത് മോഷ്ടിച്ച് കൊണ്ടുപോയി ഈ തറയിൽ ഒഴിച്ചു നോക്കി. കത്തുന്നില്ല. എത്ര ശക്തിയിലൊഴിച്ചാൽ തീപ്പെട്ടിക്കൊല്ലി ഒടിഞ്ഞു പോകും. അപ്പോൾ കുറേ നേരം ചെയ്തപ്പം പഠിച്ചു, ഈ എത്ര ശക്തിയിൽ ഉരച്ചാലും തീപ്പെട്ടിക്കോൽ ഒരയാതെ ഉരയ്ക്കാനോ ടെക്നിക്കുണ്ട്. മനസ്സിലായി? അത് ആ തീപ്പെട്ടിയുടെ മരുന്നിലിങ്ങനെ ഒരു വിരൽ പിടിച്ച് ഈ നമ്മുടെ പ്രഷർ മരുന്നിലേ കൊടുക്കാവുള്ളൂ, കോര കൊടുക്കരുത്. എന്നിട്ട് പെട്ടെന്ന് തെന്നി മാറ്റണം. പിന്നെ പഠിച്ചു, ഈ റഫായിട്ടുള്ള സിമെൻറ്റായിട്ടുള്ള തുരച്ചാൽ ഈ ഒര ചെല്ലുമ്പോഴേ ഇവൻ അടന്നു പോകും. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള തുരച്ച് നോക്കി. ഒരു 3-4 ഒര കഴിഞ്ഞപ്പോൾ തീപ്പെട്ടിക്കൊല്ലി കത്തി. അപ്പോൾ ഒന്നുകൂടെ വെച്ച് നോക്കി, കത്തി. ഏതായാലും അമ്മയുടെ തീപ്പെട്ടിയുടെ പകുതി തീർത്തു. പക്ഷേ നമ്മുടെ ഒരു കണ്ടുപിടുത്തം നടത്തി, ഇത് നിലത്തുരച്ചാലും കത്തുമെന്ന്. ക്ലാസ്സിൽ ചെന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ സാറ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ആദ്യം. പക്ഷേ ആദ്യത്തെ ഒരു പെട്ടെന്നൊരു പിന്നെ പാഠപുസ്തകത്തിലൊക്കെ അത് കഴിഞ്ഞ് ടീച്ചർ ചോദിച്ചു, മനസ്സിലാക്കി. ടീച്ചർക്ക് മനസ്സിലായി ശരിയാണെന്ന്. അവിടെ സംഭവമാണെന്ന് ടീച്ചർ പഠിപ്പിച്ച മുഴുവൻ ശരിയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സാധനം ഉരയുമ്പോൾ ഹീറ്റുണ്ടാവും, ഫ്രിക്ഷൻ. ആ ഹീറ്റ് കൊണ്ട് ചൂടാവും, അപ്പോൾ കത്തും. അത് സാധാരണ തീപ്പെട്ടി കത്താറില്ല, കാരണം ആ ഒരയിൽ ഉണ്ടാകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ, ഒരു കാര്യം ക്ലാസ്സിൽ പഠിക്കുന്നു, നമ്മളതിനെപ്പറ്റി ആലോചിക്കുന്നു, വേറൊരു വിവരം ചെയ്യുന്നു, ആ ചെയ്യുന്ന വിവരം കൊണ്ട് പുതിയൊരു പാഠം പഠിക്കുന്നു, അത് സാറിനോട് ചെന്ന് പറയുന്നു, സാറ് ഇത് പഠിക്കുന്നു. ഇങ്ങനെ ഒരു റെസിപ്രോക്കൽ ആണിത്, അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് നമ്മളിതെല്ലാം എൻജോയ് ചെയ്താൽ ഇതിൻ്റെ അകത്തൊരു സ്ട്രെയിൻ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒരു പൈസ മുടക്കാതെയായി ഞങ്ങളുടെ കാലത്തൊക്കെ ആക്ടിവിറ്റികൾ ചെയ്യുന്നു. ഇപ്പം അതിനുള്ള ഓരോ ക്ലാസ്സിലും പിന്നെ കിറ്റ്സായിട്ട് മേടിക്കാൻ കിട്ടും. ഡയനമോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്, എടുത്ത് വെച്ച് ഫിറ്റ് ചെയ്താൽ മതി. ഒരു കണക്കിന് അത് ക്രിയേറ്റിവിറ്റി കുറച്ച് കുറയ്ക്കുകയാണ്, പക്ഷേ എങ്കിലും പെട്ടെന്ന് കാര്യം നടക്കും. അപ്പോൾ ഇത് ഈ ഒരു സ്വാഭാവികമായ പഠനം ഇങ്ങനെ പഠിച്ചാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ ഇത്രയും നടന്നത്, അല്ലേ? അല്ലാതെ IIT ഒന്നും ഉണ്ടായിട്ടല്ലോ. IB പഠിച്ച എത്ര നോബൽ ലോറേറ്റ്സ് ഉണ്ട്. കാരണം ഇപ്പോൾ ഈ മനുഷ്യനാദ്യം എവല്യൂഷനിൽ ഉണ്ടായതിന് ശേഷം ഈ കാട്ടി വസ്ത്രം പോലും ഇല്ലാതെ ജീവിച്ചൊരു കാലത്ത് നിന്ന് നമ്മുടെ ഇന്ന് വന്നൊരു അന്തരീക്ഷം ഉണ്ടല്ലോ, ഇന്ന് വന്ന ഈ ടെക്നിക്കൽ വേൾഡ്, ഈ വേൾഡ് വരെ നടന്ന സകല കാര്യങ്ങളും നമ്മൾ തന്നെ കണ്ടുപിടിച്ചതാണ്. പള്ളിക്കൂടത്തിൽ പോയി നല്ല ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. പള്ളിക്കൂടത്തിൽ പോകാത്തവർ കണ്ടുപിടിച്ചാണ് പലതും ഉപയോഗിക്കുന്നത്, വലിയ വലിയ കാര്യങ്ങൾ. തീയും അതെ. പിന്നെ അപ്പം അന്നേരം ഇത് എങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ അവിടെ പ്രശ്നം, അതായത് കണ്ട് കേട്ട് അത്ഭുതപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ച് ആസ്വദിച്ച് ആഹ്ലാദിച്ച് വേദനിക്കാതെ പഠിക്കുക എന്നുള്ള സംഗതി. ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്നത്, ഒരു നല്ല സ്കൂൾ ചെയ്യേണ്ടത് ഇത് കുറച്ച് സ്ട്രക്ചേർഡ് ആക്കുന്നു, ഈ നാച്ചുറലായിട്ടുള്ള സംഗതി. അതിൻ്റെ അകത്ത് ഇപ്പോൾ അവൻ പോയി ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്ത് നിലത്തുരയ്ക്കുന്നു, പകരം അവനത് ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നു വേണം. ഒരു 8ാം ക്ലാസ് വരെ ചെയ്യുമ്പം ഈ സ്വാതന്ത്ര്യത്തിൽ നമ്മളെ സ്വല്പം ഒന്ന് കുറച്ചിട്ട് ഓരോ സബ്ജക്റ്റും എടുത്തിട്ട് ആ സബ്ജക്റ്റിലെ സ്ട്രക്ചേർഡായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് കമ്പൽസറി ആയിട്ട് ചെയ്യിക്കണം. ഇന്നതിന് സംവിധാനം ഇല്ല. ഇപ്പോൾ മാഗ്നറ്റിസത്തിൽ ഒരു പരീക്ഷണം ക്ലാസ്സിൽ കുട്ടി ചെയ്തിരിക്കണം, അത് സാറ് പറയുന്ന രീതിയിൽ ചെയ്യണം. എന്തിനാണെന്നറിയാമോ? ഒരു പ്രാക്ടിക്കൽ ഒരു എക്സ്പെരിമെൻറ്റ് കൃത്യത്തോടായിട്ട് ചിട്ടയായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുക ചെയ്ത്. ഇപ്പം നമ്മൾ 4 വീട്ടിൽ പോയി സാമ്പാർ അല്ലെങ്കിൽ മീൻകറി കൂട്ടിയാൽ 4 തരത്തിലല്ലേ ഇരിക്കുന്നത്, ഒരേ റെസിപ്പിയാണ്. എന്നാൽ വ്യത്യാസം എവിടെയാണ്? ചെല്ല് ചെയ്യുമ്പോൾ പെർഫെക്ഷൻ ഉണ്ട് അവിടെ. ഇപ്പോൾ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ബയോളജിയിലായാലും ഇപ്പോൾ മൈക്രോസ്കോപ്പ് കാണാതെ ഒരു കുട്ടി എങ്ങനെയാണ് ബയോളജി പഠിക്കുന്നത്? ഇപ്പം മൈക്രോസ്കോപ്പ് കാണാതെയാണ് 11ാം ക്ലാസ് വരെ പഠിക്കുന്നത്. കാരണം 11ാം ക്ലാസ് വരെ ഒരു പരീക്ഷയില്ല, അത് നോക്കുന്നത്. ഇത് 8ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ ചെയ്യേണ്ട പണിയാണ്. വേണ്ട 12 മതി. അപ്പം അന്നേരത്തേക്ക് ഒന്നും കാണുകയില്ല. അപ്പോൾ ഈ ലാബിൽ ഇതിൻ്റെ ഈ തിയററ്റിക്കലായിട്ട് കാര്യങ്ങൾ പറയുന്ന കൂടെ ലാബിൽ കയറാനും ഒരു 15 എക്സ്പെരിമെൻറ്റ് 6ലും 7ലും ഒക്കെ എനിക്ക് തോന്നുന്നത് ലോകത്തുള്ള പല രാജ്യങ്ങളിലും ക്ലാസ് റൂമിൽ ലാബ് സെറ്റ് ചെയ്തിരിക്കുക. ഞങ്ങളുടെയൊക്കെ ലാബിലാണ് ക്ലാസ് നടക്കുന്നത്. ഞാനും സുമയൊക്കെ പഠിക്കുമ്പം കെമിസ്ട്രി ക്ലാസ് നടക്കുന്നത് കെമിസ്ട്രി ലാബിലാണ്.
കെമിസ്ട്രി ലാബിൽ പിന്നെ ഒരു വലിയ മേശയൊക്കെ ഉണ്ട്. അവിടെ നമ്മളിപ്പം ഓക്സിജൻ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഓക്സിജനാണ് വേണമെങ്കിൽ സഹായിക്കുന്നത്. ഇപ്പോൾ കാണിക്കാമെന്നും പറഞ്ഞ് ടീച്ചർ ഒരു മഗ്നീഷ്യം എഴുതി ഓക്സിജൻ കത്തിച്ച് ഓക്സിജൻ ജാറിൽ ഇറക്കും. അത് കാണുമ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ, നമ്മുടെ റിലേഷൻ ഒരു വെടിക്കെട്ടും അതിനടുത്ത് ചേരുക. ഇവൻ്റെ ഒരു ബ്രൈറ്റ്നസ് ഉണ്ട്. ഇതൊന്ന് കത്തി ആ ക്ലാസ് മുറി മുഴുവൻ ഒരു 10 സൂര്യന്മാർ ഉദിച്ച വെട്ടമാണ്, അതൊരു നീല വെളിച്ചമാണ്. അത് ഒരിക്കലും അവർ കുട്ടി കണ്ടോണ്ടല്ലോ അവൻ ഒരിക്കലും മറക്കുകയില്ല. അപ്പം ഓക്സിജൻ കത്താൻ സഹായിക്കുമെന്ന് പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഇത്തരം കുറച്ച് കാര്യങ്ങൾ സാറ് ചെയ്ത് കാണിക്കുകയും പിന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യുകയും ചെയ്യണം. അത് ഈ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് അറ്റ്ലീസ്റ്റ് ഇനി 8ാം ക്ലാസ്സിലേക്ക് നിർബന്ധമായിട്ട് ഒരു 15 പരീക്ഷണം ഫിസിക്സിലും 15 പരീക്ഷണം കെമിസ്ട്രിയും ചെയ്യിക്കണം. മാത്തമാറ്റിക്സിന് മോഡൽസ് വെച്ചുള്ളത്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു വരുന്നൊരു കുട്ടിയുണ്ടല്ലോ 10th കഴിയുമ്പം അവന് ഈ അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഒരു വലിയ ഗുണം എന്നാണെന്നറിയോ, ഈ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ് ഉറയ്ക്കും, മനസ്സിലാവും. ഇപ്പം 90% പിള്ളേരും മനസ്സിലാക്കിയല്ല പഠിക്കുന്നത്, കാണാതെ പഠിക്കുക. പരീക്ഷയ്ക്ക് എൻട്രൻസിനുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് പഠിക്കുന്നത് ആൻസർ. അല്ലാതെ ഇപ്പം വെലോസിറ്റി എന്നാണ്, പിന്നെ സ്പീഡ് എന്നാണ്, തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്ന് അടിസ്ഥാനം ഉറച്ച് പഠിക്കണം. ഇവിടെ അടുത്തൊരു സ്കൂളിൽ ഇതേപോലെ ഒരിക്കൽ ഞാൻ ആറ്റം മോളിക്യൂൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് തമ്മിൽ എന്നാ വ്യത്യാസം എന്നാണെന്ന് ചോദിച്ചാൽ അത് കേട്ടിട്ടുണ്ട്. അതെ, അത്ര ഉണ്ടല്ലോ. അത് എന്നാണെന്ന് കൃത്യം പറയാൻ പറ്റുന്നില്ല കുട്ടിക്ക്. കേട്ടിങ്ങനെ സാറ് പറയുന്നത് കേട്ടോണ്ടിരിക്കുക. അത് അടിത്തറ ഉറച്ചിട്ടില്ല, അതാണ് സാധനം. അപ്പോൾ അടിത്തറ ഉറച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ, ഈ 8 ഉറയ്ക്കാത്ത സാധനം 9 പഠിപ്പിക്കുകയില്ല. ഇവനെ ബിടെക്കിന് ചെല്ലുമ്പോൾ ഇവനെ ഉറച്ചിട്ടില്ലേ അത്. ഞാൻ ഈ അടുത്ത് 10ലുള്ള ഒരു കൊച്ചിനോട് ചോദിച്ചു ലൂമനും ലെക്സും ആയിട്ടുള്ള വ്യത്യാസം. അപ്പം 10 അത് പഠിക്കേണ്ട സിലബസിലുള്ളതാണോ എന്നാണ് തിരിച്ചു ചോദിച്ചത്. ആണത്തിന് അവന് മനസ്സിലായിട്ടില്ല, അവന് കാണാപ്പാടം പഠിക്കുകയുള്ളൂ. ടീച്ചേഴ്സിനും അവന് മനസ്സിലായിട്ടില്ല പലപ്പോഴും. അതാ. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഉറയ്ക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. അതായത് നമ്മൾ പഠിപ്പിക്കുന്നു, അത് ലളിതമായ ഉദാഹരണത്തിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതിൻ്റെ കൂടെ കുട്ടി തന്നെ സ്വയം ചില പരീക്ഷണങ്ങൾ ചെയ്യുന്നു, സാറ് തന്നെ ചില പരീക്ഷണങ്ങൾ ചെയ്യിക്കുന്നു. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറേ എക്സ്പെരിമെൻറ്റ്സ് കുട്ടി സ്വയം ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ആ എക്സ്പീരിയൻസ് പണ്ട് ഈ കോളേജിലെല്ലാം +2 ലെവലിലും ഇൻ്റർമീഡിയറ്റ് എന്നാണ് പാട്ട് പറഞ്ഞുകൊണ്ട് അതിൽ ഡെമോൺസ്ട്രേറ്റർ എന്നൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു കോളേജിൽ. BSc ഫസ്റ്റ് ക്ലാസ് പാസ്സായവരെ അപ്പോയിൻ്റ് ചെയ്യും ലാബിൽ. അവന് ക്ലാസ്സിലൊന്നും പോകണ്ട. ഇപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ ഇന്ന് ഓക്സിജനാണ് പഠിപ്പിക്കപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഇവൻ ഈ ഓക്സിജൻ്റെ സകല സാധനങ്ങൾ മേശപ്പുറത്ത് റെഡിയാക്കി വെച്ചേക്കുക. നമ്മൾ കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് ചെയ്യുന്നു, ഓരോന്നും കളഞ്ഞു ഉടനെ ഇവനെടുത്ത് കാണിക്കുകയാണ് കുട്ടികളെ. അടിയന്തരമായി സ്കൂളിൽ വേണ്ട പോസ്റ്റ് അത് അല്ലേ? സ്കൂളിൽ എല്ലാ സ്കൂളിലും നിർബന്ധമായിട്ടും ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഈ ശാസ്ത്രത്തിനോടുള്ള താല്പര്യക്കുറവ്. ഇപ്പം അതിൻ്റെ കൂടെ അവന് ശാസ്ത്രം മാത്രമല്ലല്ലോ, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എല്ലാത്തിലും ഇത് വേണ്ടതല്ലേ? എല്ലാത്തിനും ജോഗ്രഫി പഠിപ്പിക്കാനും കമ്പ്യൂട്ടർ. ടീച്ചറിന് ടീച്ചിങ്ങും ഡെമോൺസ്ട്രേഷനും പോകുമ്പോഴാണ് സമയമില്ലാതെ വരുന്നത്. അതിന് ഡെമോൺസ്ട്രേറ്റർ വേണം. നമ്മുടെ സഫാരി TV ഒന്നാം തരം ഒരു ടീച്ചിങ് സ്റ്റൂൾ അല്ലേ, പിന്നെ ജോഗ്രഫി പഠിപ്പിക്കാനായിട്ട്. ഭാവിയിലെയും സിനിമയ്ക്കകത്ത് ഇപ്പം മമ്മൂട്ടി മോഹൻലാലൊന്നും ആവശ്യം വരികയില്ല. അവരുടെ കുറേ പടങ്ങൾ എടുത്തിട്ട് AI ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്ന് പറയുന്ന സംഗതി ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം ഇത് തന്നെ. അപ്പോൾ ഇത് പിന്നെ ഈ ഇൻ്റഗ്രേഷൻ ആവശ്യമാണ്. ടെക്നോളജി യൂസ് ചെയ്യുന്നു, പക്ഷേ ടെക്നോളജി യൂസ് ചെയ്യുമ്പം ഈസ്തെറ്റിക്സും ഒറിജിനാലിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. കോർ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ്. ആ കോൺസെപ്റ്റ്സ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ കോൺസെപ്റ്റ് അറിയാൻ മേലെന്നുള്ളത്. ബിടെക്കിന് പഠിക്കാൻ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ, മെഡിസിൻ പഠിക്കാൻ വേണ്ടി ബ്രില്യൻ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ചെല്ലുന്ന കുട്ടികളെപ്പറ്റി അവിടെ പഠിപ്പിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസാണ് ടീച്ചേഴ്സ്, ഈ റിട്ടയർഡ് പ്രൊഫസേഴ്സ്. അവരോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയുന്നത് സാറേ ഒന്നിനും അടിത്തറയില്ല, ഈ A+ കിട്ടിയവനും അടിത്തറയില്ല. പണ്ടൊക്കെ ഇവരെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ, +2 ലെവലുള്ള മുഴുവൻ പോർഷൻ ആദ്യം പഠിപ്പിക്കുക. കാരണം ഇവനറിയാമല്ല സംഗതി. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പിന്നെ മെറ്റീരിയലാണ് ഈ ടീച്ചർക്ക് വാസ്തവത്തിൽ നമ്മുടെ ടീച്ചിങ് ഉള്ള ഒരു എയ്ഡായിട്ട് കൊടുക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിലും പ്രധാനമായിട്ട് ഈ കാര്യങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്ത് ഒരു ബേസ് മെറ്റീരിയൽ അതിൻ്റെ കൂടെ ടീച്ചർ കൂടുതൽ ആഡ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ടീച്ചിങ് ഒരു സ്റ്റാൻഡർഡൈസേഷൻ അവിടെ വരും, ബർഡൻ കുറയും. പിന്നെ ഈ വിദേശ രാഷ്ട്രങ്ങളിലുള്ള പോലെ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ജോലിക്കുള്ള സൗകര്യം ടീച്ചേഴ്സ് കുട്ടികൾക്ക് കൊടുക്കണം. അതിന് ഇവിടെ അതിന് സമയം പിന്നെ ഇവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല.
പിള്ളേർക്ക് മെച്യൂരിറ്റി ഇല്ല. മെച്ചൂരിറ്റി ഇതെല്ലാം തെറ്റാണ്. കാരണം 4 പ്രാവശ്യം വിളമ്പാൻ പോയി കഴിഞ്ഞാൽ മെച്യൂരിറ്റി ആവും. മെച്യൂരിറ്റി ആവും, അവിടെ ആകും. ഇവിടെ കൊച്ചിൻ റിഫൈനറി നമ്മുടെ സ്ഥാപനമുണ്ട്, ഒരു ഉദാഹരണം. ഷിപ്പ് യാർഡുണ്ട്. ഈ കൊച്ചിൻ റിഫൈനറി മാത്രം വിചാരിച്ചാലുണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ മുഴുവൻ BSc കെമിസ്ട്രിക്കാരേക്കും ഒരു 3 months കോഴ്സ് അവിടെ കൊടുക്കാം. അവർക്ക് കംപ്ലീറ്റ് ഫീസ് കൊച്ചിൻ റിഫൈനറിക്ക് കൊടുക്കാം. ഇവിടെ പഠിക്കുന്ന മുഴുവൻ കെമിസ്ട്രിക്കാരുടെ MScക്കാരുടെയും ടോട്ടൽ ഫീസ് എത്ര വരും? ഒരു നെഗ്ലിജിബിൾ എമൗണ്ടേ വരുള്ളൂ കൊച്ചിൻ റിഫൈനറിൻ്റെ പ്രോഫിറ്റുമായിട്ട് നോക്കിയാൽ. 0.01% പോലും വരികയില്ല. എന്തുകൊണ്ട് അവർക്ക് ഇത് സ്പോൺസർ ചെയ്തുകൂടാ? ഷിപ്പ് യാർഡ് മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിച്ചവനാ, അവിടെ ഒരു 3 months ഒരു ട്രെയിനിങ് കൊടുക്കും. സിയാല് നെടുമ്പാശ്ശേരി കുറച്ചൊക്കെ ഈ എഞ്ചിനീയറിംഗ് കോളേജുകാർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകുന്നുണ്ട്. സ്കൂളിൽ തൊട്ട് നടക്കുന്നില്ല. അല്ല, സ്കൂളിൽ നിന്ന് തുടങ്ങണം. ഇപ്പം എൻ്റെ ഇളയ മോൻ്റെ അബുവിൻ്റെ മോള് കാനഡയിൽ പഠിച്ചപ്പം അവർക്ക് 2nd സെമസ്റ്റർ ആയപ്പോൾ കൊടുത്ത ജോലി ചെയ്യാനാണെന്നറിയുമോ? 1st സെമസ്റ്ററിൽ ഒരു 15 പിള്ളേരെ കൊടുത്തു. അവരുടെ സകല കാര്യങ്ങളും നോക്കിക്കൊള്ളുക. വീക്കായിട്ടുള്ളവരെ പഠിപ്പിച്ചെടുക്കണം. ട്യൂഷൻ അവർ എല്ലാം ഡൗട്ട്സൊക്കെ മാറ്റി കൊടുത്ത് എൻകറേജ് ചെയ്ത് അവരുടെ ഒരു മോട്ടിവേറ്ററായിട്ട് ഇരിക്കുക. ശമ്പളം കൊടുക്കും. പ്രൊഫസർക്ക് എടുപ്പോട്ടെ. അതെ. അല്ല, അത് ജൂനിയർ ടീച്ചേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ടീച്ചർ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നാണെന്നറിയോ, ഈ 2nd സെമസ്റ്ററിലെ കുട്ടിക്ക് 1st സെമസ്റ്ററെ പഠിപ്പിക്കാൻ കിട്ടിയ വലിയൊരു ഇൻസ്പിറേഷനാണ്. പിന്നെ മാത്രമല്ല, ഈ കോൺസെപ്റ്റുവൽ കാര്യം ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ച് കൊടുക്കണമെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു ഹോംവർക്ക് ഉണ്ട്. നമ്മുടെ 10th ക്ലാസ്സിലെ കുട്ടികളെ എടുത്തിട്ട് 8th ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ എടുത്തു നമുക്ക്. അവൻ പഠിക്കും തരത്തിൽ. നമ്മൾ പഠിപ്പിക്കാൻ ചിലപ്പോൾ അവന് മടി കാണുള്ളൂ. അതെ. അങ്ങനെ നമ്മളിതിനെ ഒരു ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് ഇപ്പോൾ ഉള്ളതിനപ്പുറത്ത് ചില കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ധൈര്യം നമ്മൾ കാണിക്കണം. ആര് തുടങ്ങും എന്നുള്ളതാണ് പേടി. ഇപ്പം സദ്യക്ക് വിളമ്പാൻ പോയി ചിലപ്പോൾ 2 തെറി കിട്ടിയെന്ന് വരും, ചിലപ്പോൾ ഒരുതിനെ അടിച്ചെന്നും വരാം. പക്ഷേ അതെല്ലാം കൊള്ളാനും വേണ്ടി അത്ര തിരിച്ചടിക്കാനും അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാനും ഇപ്പം പഠിക്കണ്ടേ. കാരണം ഇവൻ ഈ ലോകത്തിലല്ലേ ജീവിക്കണ്ടേ. അതെ. അപ്പോൾ എല്ലാത്തരം ജോലികളും ചെയ്ത് പഠിക്കണമല്ലോ. എക്സ്പ്ലോർ ചെയ്യണം, എക്സ്പോസ് ചെയ്യണം. ഞാൻ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പറയുന്ന നമ്മുടെ പാഠപുസ്തകങ്ങൾ, പ്രത്യേകിച്ചും നമ്മളുണ്ടാക്കുന്ന NCERT ആണെങ്കിലും നമ്മുടെ SCERT ആണെങ്കിലും ഒക്കെ, ഈ ബുക്കുകളിൽ ഫാക്ട്സ് അല്ലെങ്കിൽ ഫാക്ച്വലായിട്ടുള്ള ഇൻഫർമേഷൻ, നോളജ് ഒക്കെ കാച്ചി കുറുക്കി വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത്, ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത്, ഇൻസ്റ്റഗ്രാമിൻ്റെ യൂട്യൂബിൻ്റെ ഒക്കെ കാലത്ത് കുട്ടികൾക്ക് അത് ഈ പാഠപുസ്തകം കാണുമ്പോൾ തന്നെ വെറുപ്പാണ്. അവർക്ക് ഇപ്പോഴത്തെ കാലത്താണ് ഈ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവാണ് ഉണ്ടാകേണ്ടത്. മറ്റതൊക്കെ അവൻ തന്നെ ഈ സാധനം ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ കണ്ടുപിടിക്കാം. അറ്റൻഷനും ഇല്ല കുട്ടികൾക്ക്. ഇതിവർ കാണുമ്പം അവർക്കത് രസിക്കാനോ, കാണുമ്പോൾ തന്നെ ഇതിനോടൊരു വെറുപ്പുണ്ടാകുന്നു. ഇത് പണ്ടേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബന്ധു ഒരാൾ മരിച്ചുപോയി, വളരെ പ്രായമുള്ള ആളാണ്. പുള്ളിയെ BA പാസ്സായി കഴിഞ്ഞപ്പം അച്ഛൻ പിന്നെ ആലപ്പുഴ ഒരു വർക്ക്ഷോപ്പുണ്ട്. ഒരേ വർക്ക്ഷോപ്പ് ആലപ്പുഴയുള്ളൂ. നമുക്ക് ഈ ഓട്ടോമൊബൈലിലൂടെ വന്നപ്പോൾ ഡീലർഷിപ്പ് എടുക്കാം. പക്ഷേ അതിനാദ്യം നീ എന്നാണെന്ന് വെച്ചാൽ വർക്ക്ഷോപ്പിൽ നടക്കണമെന്നറിയണ്ടേ. അതുകൊണ്ട് ആ വർക്ക്ഷോപ്പ് നല്ല എടുത്തിയെന്ന് പറഞ്ഞത് ഇവനെ ഒന്ന് ഒരു 6 മാസം ഇവിടെ നിർത്തിയൊരു പരിശീലനം. അയാൾ ഞെട്ടിപ്പോയി. അയാൾ പറഞ്ഞു, സാറേ പറ്റിയല്ല, കാരണം ഇവിടെ ഇവരത്ത് അക്ഷരറിയുമ്പോഴത്തെ 10th ക്ലാസ് ജയിക്കാത്തവർ അല്ല ജോലിക്കാരാണ്. ഈ കൊച്ചിനെ എന്ത് ചെയ്യാനാ, വലിയ വീട്ടിലെ കൊച്ചുവാ. അവൻ ചെയ്യുന്ന എല്ലാ പണിയും ഇവനെ കൊണ്ട് ചോദിച്ചോളാൻ പറഞ്ഞു. വണ്ടിയുടെ അടി മലന്ന് കിടന്ന് ഞട്ടും പൊട്ടും ഇരിക്കാൻ വരെ പഠിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ അയാൾ പോയി ഒരു ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ് തുടങ്ങി. അന്നത്തെ സ്പെയർ പാർട്സ് ഭയങ്കരമായിട്ട് വിജയിപ്പിച്ചു. അതിന് കിട്ടിയ ട്രെയിനിങ് ഈ 6 മാസം ഡിഗ്രി കഴിക്കേണ്ട ട്രെയിനിങ്ങാണ്. അപ്പോൾ അങ്ങനെ ഔട്ട് ഓഫ് ബോക്സ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ, അതിന് പണമല്ല പ്രശ്നം, ദർശനമാണ് പ്രശ്നം. വിഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് ഗവൺമെൻറ് ഉണ്ടായാൽ മതി. ഗവൺമെൻറ് ഒരു സൈഡിലുണ്ടാകുമ്പോഴും ഞാൻ പറയുന്നത്, അത് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത പോലെ, അത് കുട്ടികളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനല്ല. കുട്ടികളുടെ പൂർണ്ണ മാതാപിതാക്കൾക്ക് തന്നെയാണ്. അതിനകത്ത് അധ്യാപകരെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അധ്യാപകർക്ക് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായാൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാനുള്ള കഴിവും ട്രെയിനിങ്ങും പേരൻസിന് കിട്ടണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.